നമസ്കാരം, ഞാൻ മജീദ് മുത്തേടത്ത്. എന്താണ് സമയം? സമയം എന്ന സംജ്ഞയെ എപ്പോഴെങ്കിലും നിർവചിക്കാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ? സമയം നമുക്ക് നിർവചിക്കാൻ പറ്റാത്ത ഒരു പ്രതിഭാസമായിട്ടാണ് പലപ്പോഴും കണക്കാക്കാറുള്ളത്. നിർവചനത്തിന് അതീതമാണ് സമയം. സമയത്തിൻ്റെ സമൃദ്ധിയിൽ എല്ലാ മനുഷ്യരും തുല്യരാണ്. സമയത്തെ ഫലപ്രദമായി ഉചിതമായി വിനിയോഗിക്കുന്നവരാണ് ജീവിതത്തിൽ നേട്ടങ്ങൾ കൈവരിക്കുക, ജീവിത വിജയം നേടുക എന്നൊക്കെ പ്രതിഭാധനരായ പണ്ഡിതന്മാർ പറയാറുണ്ട്. എന്നാൽ എന്താണ് സമയം, എങ്ങനെയാണ് അതിനെ നിർവചിക്കുക എന്നൊന്നും അധികമാർക്കും പറയാൻ കഴിഞ്ഞിട്ടില്ല. സമയത്തെ ലളിതമായ രീതിയിൽ നമുക്ക് ഇങ്ങനെ നിർവചിക്കാം. പ്രകൃതി മനുഷ്യന് നൽകുന്ന, മനുഷ്യന് തുല്യമായി വീതിക്കപ്പെട്ട ഒരു പ്രകൃതി വിഭവമാണ് സമയം. എ ബേസിക് ഫണ്ടമെൻ്റൽ നാച്ചുറൽ റിസോഴ്സ് വിച്ച് ഈസ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് പീപ്പിൾ. അതായത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആവട്ടെ, പ്രസിഡന്റ് ആവട്ടെ, ഐക്യരാഷ്ട്ര സഭയുടെ സെക്രട്ടറി ജനറൽ ആവട്ടെ, അമേരിക്കൻ പ്രസിഡന്റ് ആവട്ടെ, ഒരു കർഷകനാവട്ടെ, കൈത്തൊഴിലുകാരനാവട്ടെ, വിദ്യാർത്ഥിയാവട്ടെ, ഇവർക്കൊക്കെ ഒരു ദിവസം എന്നത് 24 മണിക്കൂർ ദൈർഘ്യമാണ്. അപ്പോൾ സമയദൈർഘ്യം എല്ലാവർക്കും ഒരുപോലെയാണ്. തനിക്ക് ലഭ്യമായ സമയത്തെ താൻ തിരഞ്ഞെടുത്ത മേഖലയിൽ പരമാവധി ഉപയോഗിച്ച് അതിൽ നേട്ടം കൈവരിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ഫലപ്രദമായി സമയത്തെ വിനിയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമയ വിനിയോഗം എന്നതാണ് യഥാർത്ഥത്തിൽ നിർവചിക്കപ്പെടേണ്ടത്. പലപ്പോഴും പണത്തെ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ വിവക്ഷിച്ചിട്ടുള്ളത്, പണം എന്താണോ ചെയ്യുന്നത് അതാണ് പണം. അതുപോലെ തന്നെയാണ് ഒരു പക്ഷേ സമയവും. സമയം എന്താണോ ചെയ്യുന്നത് അതാണ് സമയം. ടൈം ഈസ് വാട്ട് ദാറ്റ് ടൈം ഡസ്. ഈ നിർവചനത്തിൽ നമുക്കൊരു പക്ഷേ സമയ വിനിയോഗത്തെക്കുറിച്ചായിരിക്കും സംസാരിക്കേണ്ടി വരിക. ഒരാൾ തനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെ പ്ലാൻ ചെയ്ത് ക്രമീകരിച്ച് മുൻഗണന നൽകി അത് ചെയ്തു തീർക്കുന്നതിനെയാണ് ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുക, അഥവാ ഫലപ്രദമായ സമയ വിനിയോഗം എന്ന് പറയുക. ഒരാൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെ പ്രധാനപ്പെട്ടത്, ഗൗരവമുള്ളത് എന്ന ഒരു കള്ളിയിലും, പ്രധാനപ്പെട്ടത് പക്ഷേ അടിയന്തിരമല്ല രണ്ടാമത്തെ കള്ളിയിലും, മൂന്നാമത്തെ കള്ളിയിൽ അടിയന്തരമാണ് പക്ഷേ പ്രധാനപ്പെട്ടതല്ല, നാലാമത്തെ കള്ളിയിൽ അർജൻറ്റോ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റോ അല്ലാത്ത കാര്യങ്ങൾ എന്നിങ്ങനെ വേർതിരിച്ച് ഒരു ദിവസത്തെ ഡു ലിസ്റ്റ് തയ്യാറാക്കുന്നതിനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ സമയ വിനിയോഗ പട്ടിക തയ്യാറാക്കുക. അത് എത്ര ഫലപ്രദമായി ഒരാൾ തയ്യാറാക്കി സമയക്ലിപ്തത അനുസരിച്ച് ചെയ്തു തീർക്കുന്നുവോ അതിനെയാണ് ടൈം മാനേജ്മെൻറ്റ് എന്ന് വിളിക്കുക. ഇവിടെ സമയത്തിൻ്റെ പ്രാധാന്യവും അതാണ് യഥാർത്ഥ വിഭവവും എന്ന് കണ്ടറിഞ്ഞ് തൊഴിലിനെയും കർത്തവ്യങ്ങളെയും ക്രമീകരിച്ച് ചെയ്യുന്നവരെയാണ് ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നവരായിട്ട്, അഥവാ ജോലി വേഗം ലഭിക്കുന്ന ആളുകൾ എന്ന് പറയുക. അപ്പോൾ മാനേജിങ് വിദഗ്ധന്മാർ, അതുപോലെ തന്നെ തിരക്ക് പിടിച്ച ഡോക്ടേഴ്സ്, ഇവരൊക്കെ തന്നെ, അല്ലെങ്കിൽ രാഷ്ട്ര നേതാക്കന്മാർ, മന്ത്രിമാർ, ഇവരൊക്കെ അവരുടെ സമയ ലഭ്യതയെ ക്രമീകരിച്ച് ജോലി ചെയ്യുന്നതിന് ഈ ടൈം മാനേജ്മെൻറ്റിനുള്ള ഒരു പ്രത്യേക സീറ്റ് തന്നെ, ഒരു പ്രത്യേക സെക്രട്ടറിയെ തന്നെ നിയോഗിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് സമയവിനിയോഗം എന്നതിനെയാണ് ലഭ്യമായ സമയത്തെ
ഫലപ്രദമായി വിനിയോഗിക്കുന്നതിനുള്ള തന്ത്രങ്ങളെക്കുറിച്ചാണ് ടൈം മാനേജ്മെൻറ്റ് എന്ന വിഷയത്തിൽ പ്രതിപാദിക്കുന്നത്.